ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നുള്ള ഒരു ഗെയിമിൻ്റെ ട്രെയിലർ റിയാക്ഷനും കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് കുറേ ദിവസം കാര്യങ്ങൾ അയക്കുന്നത് മാസമായിക്കെന്ന് തോന്നണം. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ ഇതുവരെ ട്രെയിലർ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. അത് നമ്മളെ ടെൻസെന്റ് ഗെയിംസ് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ചിലർക്കൊക്കെ മിക്കവാറും അറിയുണ്ടാവും. ടെൻസെന്റ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി അവരുടെ ഇറക്കണ ഗെയിമാണ്. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞില്ല ആഗ്രഹിക്കില്ല. നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് വരെ നടക്കാം. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാര്യങ്ങളും നടക്കാം. കേസ് എന്തോ സ്പേസിനെ ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഗ്രാഫിക്സൊക്കെ നോക്ക് സീനായിട്ടുണ്ട്. നമ്മൾ ഇത് മൊബൈൽ കളിക്കണ തന്നെയാണ്. കണ്ടോ, നമ്മളെ സൈഡിൽ മൊബൈൽ കളിക്കണ ജോയിസ്റ്റിക്ക് ഉണ്ട്. ഓക്കെ, സ്പേസിനെ ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ സ്പേസിൻ്റെതൊക്കെ ആയിട്ടാണ്. ഇത് സ്റ്റോറി ഗെയിമാണെന്ന് അറിയില്ല. ഓക്കെ, ഇത് പി സി ആ ഭാഗം ഈ ഭാഗം പി സി കളിക്കണമെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ സൈഡിൽ ജോയിസ്റ്റിക്കും കാര്യങ്ങളൊന്നും കാണാനില്ല. സീൻ കേട്ടോ, ഗ്രാഫിക്സൊക്കെ ഓക്കെ, ക്വാളിറ്റിയൊക്കെ സീൻ, ഗെയിം പ്ലോക്ക് സീനായിട്ടുണ്ട്. ഇത് കളിക്കുമ്പോൾ തന്നെ ഓക്കെ, ഇത് മൊബൈൽ കളിക്കണം. അതിൻ്റെ സൈഡിൽ നമുക്ക് ജോയിസ്റ്റിക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, ഏതാ ഇതെന്താ ബോസ് ഫൈറ്റാണോ? ബോസ് ഫൈറ്റൊക്കെ ഉണ്ടാവും മിക്കവാറും തോന്നുന്നത്. സ്റ്റോറി ഗെയിമാണെന്ന്. ഏതാ ഡ്രാഗനൊക്കെ സീൻ ഗൈസ്, ഏതല്ലേ? ഓക്കെ, ഇതെന്താ ചുഴലിക്കാറ്റാ? കുറേ ബോസ്മാരുണ്ടെന്ന് തോന്നണേ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഈ പെണ്ണാണെന്ന് തോന്നണേ. അതൊരു റോബോട്ടായിരുന്നു. ഓക്കെ, ലേസർ കൊണ്ട് അടിച്ച്. ഓക്കെ, ഇത് നിസാം ഫ്യൂച്ചർ. കേസ് പിന്നെ ഞാൻ ഇതിനായിട്ട് ഗൂഗിളിൽ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് കുറച്ച് മൾട്ടിപ്പിൾ നെയിംസ് കാര്യങ്ങളുണ്ട്. അപ്പം അതിലൊരു പേരാണ് റിവേഴ്സ് വാർ ദി ഫ്യൂച്ചർ എന്നാണ്. പിന്നെ ഇതിന് വേറൊരു പേര് കുറച്ചുകൂടി തോന്നി, അതന്നെ ഇതിൻ്റെ പേര് തോന്നിയൊരു പേരാണ് നിസാൻ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത്. കാരണം ഇത് തോന്നാൻ കാണുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിസാൻ ഫ്യൂച്ചർ എന്ന് എഴുതിയിട്ടുണ്ട് പേരിൻ്റെ ഇതിൽ. നിസാൻ മൊബൈലും കാര്യങ്ങളും വരുന്നതാണ് തോന്നുന്നത്. അങ്ങനെ ആവാം. കറൻറ്റ്ലി ഈ ഗെയിം കാര്യങ്ങൾ ചൈനയുടെ ഗെയിമും കാര്യങ്ങളാണ്. ഒബ്വിയസ്ലി ഇത് അവരുടെ ഗെയിമാണ്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ചൈനയിൽ പോയി കളിച്ചാൽ ഈ ഗെയിം അവിടെ പോയി കളിക്കാൻ പറ്റില്ല. കാരണം ഇത് കറൻറ്റ്ലി ഇപ്പോൾ ഡെവലപ്മെൻറ്റിലാണെന്നാണ് അറിയുന്നത്. ഗെയിമിൻ്റെ ഗെയിം പ്ലേ ട്രെയിലർ കണ്ട പ്രകാരം ഇതൊരു സയൻസ് ഫിക്ഷൻ FPS ഗെയിം കാര്യങ്ങളാണെന്നാണ് ഈ ഗെയിം എന്ന് കാര്യങ്ങളും പറയണത്. മിക്കവാറും ഇതൊരു സ്റ്റോറി ഗെയിം കാര്യങ്ങളായിരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ മൾട്ടിപ്ലെയർ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ കണ്ട പ്രകാരം ഇതൊരു സയൻസ് ഫിക്ഷൻ ഷൂട്ടിംഗ് സ്റ്റോറി ഗെയിം എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇത് ടെൻസെൻറ്റിൻ്റെ ഗെയിമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് റിലീസാവുന്നതെന്ന് അത്രയ്ക്ക് ഉറപ്പൊന്നുമില്ല. റിലീസാവുന്നതെന്ന് തോന്നുന്നത്. റിലീസായാൽ എന്നാലും നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഗെയിമിൻ്റെ റിലീസ് ഡേറ്റ്, എത്ര സൈസ് വരും, ഏതൊക്കെ ഡിവൈസിൽ വർക്കാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇത് ഇനി പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഗെയിമിൻ്റെ ഇക്കറിയണ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി ബാക്കിയുള്ള ഇൻഫർമേഷനും കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വരപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുമാതിരത്തെ വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക.
അപ്പോൾ ഇതുപോലത്തെ വേറെ ഗെയിംസ് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ ഏതെങ്കിലും ഗെയിംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഇങ്ങനത്തെ ഓരോ ഗെയിമിൻ്റെ ഇതൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ വേറെ വീഡിയോയിൽ പറയാമെന്നാണ് ഇത് വിചാരിച്ചത്. പക്ഷേ എന്തായാലും ഞാൻ ഈ വീഡിയോയിലാണ് പറയാൻ വേണ്ടി വൺസ് ഹ്യൂമൺ എന്നുള്ള ഗെയിമിൻ്റെ ഒരു അപ്ഡേറ്റാണ്. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ആ ഗെയിം അറിയുന്നുണ്ടാവും. വൺസ് ഹ്യൂമൺ കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾക്ക് മിക്കവാറും അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഗെയിമിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൺസ് ഹ്യൂമൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ ബീറ്റ ടെസ്റ്റിനെ വെച്ചിട്ടാണ് അപ്ഡേറ്റ് എന്നുള്ളത്. ചിലപ്പോൾ നവംബർ മാസത്തിലൊക്കെ ഈ ഗെയിമിൻ്റെ ബീറ്റ ടെസ്റ്റ് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. അത് ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. ഇനി അപ്പോൾ തന്നെ ഇറങ്ങിയത് നമ്മളെന്തായാലും വീഡിയോ തന്നെയായിരിക്കും. നമ്മളെന്തായാലും വീഡിയോ ഇടും. കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഇതിൻ്റെ ആ ഒരു ബീറ്റ ടെസ്റ്റ് ഇട്ടെന്ന് തോന്നുന്നത്. വെച്ചാൽ 4-5 മാസം മുന്നേട്ട ഇട്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് എന്തായാലും ബീറ്റ ടെസ്റ്റ് ഇംഗ്ലീഷ് ആവില്ല, കാരണം ഇത് ചൈനീസ് ആവും. കാരണം പാതിക്കാൻ എല്ലാ ഗെയിമും ബീറ്റ ടെസ്റ്റ് ചൈനീസാണ് വരാറ്. അപ്പോൾ ഇത് മിക്കവാറും അത് തന്നെ ആവും, ചൈനീസ് ആവും മിക്കവാറും. ഈ ഗെയിമിന് അഥവാ ബീറ്റ ടെസ്റ്റ് ഇറങ്ങിയാൽ തന്നെ ചിലപ്പോൾ മിക്കവാറും ഇത് വേഗം ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇറങ്ങി കഴിഞ്ഞാൽ അത് ഡൗൺലോഡും കാലം ചെയ്യേണ്ടത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ഇറങ്ങിയിരിക്കുന്ന വീഡിയോയും കാര്യങ്ങളും ഇടാം. അപ്പോൾ നിങ്ങൾക്കും കൂടി വീഡിയോ കണ്ടിട്ട് അങ്ങനെ കേട്ടിട്ട് നിങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്തായാലും യൂസ് നിർത്തുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് GTA കളിക്കാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചാനൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് പോയാൽ GTA 5 മൊബൈലിൽ വന്നു മക്കളെ എന്നിട്ടൊരു വീഡിയോ അതിൽ കാണും. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.